പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷോപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാൻ സംസാരിക്കാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിൽ ഇടയാക്കിയനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതായിരിക്കും. അനേക നിങ്ങൾ കേൾക്കാത്ത സത്യങ്ങൾ ഇതിനകം കേട്ടിരിക്കും. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പ് ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി ഉള്ള ഒരു ഗ്രൂപ്പാകുന്നു. ഏകസത്യമായ ദൈവം, ആ ദൈവം ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്ന യഹോവയായ ദൈവം ജഡത്തിൽ വെട്ടു മാനവജാതിയുടെ പാപങ്ങൾക്ക് വേണ്ടി 2023 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ ഗോൽഗോഥായിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ ഒരു കള്ളനെ പോലെ ക്രൂശിക്കപ്പെട്ടു. അന്ത്യമായി അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അതുമൂലമായി ലോകത്തിലെ പാപങ്ങളെ നീക്കിക്കളഞ്ഞ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമാകുന്നു ഇന്ന് രാത്രിയിൽ ഘോഷിക്കുവാൻ പോകുന്നതെന്ന് ലോക ജനതയ്ക്ക് എല്ലാവർക്കും അറിയാം. ആയതിനാൽ ഈ ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും, ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും, ഈ മെസ്സേജുകൾ ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും, ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ വേണ്ടി ലോകത്തിലുള്ള ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിവസമാകുന്നു ഇന്ന് രാത്രിയിൽ. അത് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നു. വീടുകൾ, പള്ളികൾ വളരെ വർണ്ണശബളമായ രീതിയിൽ അലങ്കരിക്കപ്പെട്ട് ടെക്നോളജിയുടെ ഏറ്റവും ടോപ്പിലുള്ള ഇലക്ട്രിക്കൽ ഇലൂമിനേഷൻസ് ബൾബുകൾ ഉപയോഗിച്ച് പ്രകാശപൂരിതമാക്കുന്നു. അനേക പുൽക്കൂടുകൾ ഉണ്ടാക്കി വളരെ അത്യന്ത ആശ്ചര്യത്തോടുകൂടി പല പല ഡിസൈനുകൾ, പല പല ആകൃതിയിൽ മോഡേൺ ടെക്നോളജിയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും, വീടുകളിലും പബ്ലിക്കിലുമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ബാഹ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ചിലർ ഇന്ന് പള്ളിയിൽ പോകുന്നത് ചിലപ്പോൾ വർഷത്തിലൊരു പ്രാവശ്യമായിരിക്കും. അവരുടെ വിവാഹത്തിന് ഒരു പ്രാവശ്യം പള്ളിയിൽ പോയി കാണും. പിന്നീട് ഒരു ക്രിസ്മസിന് പിന്നീട് പോകുന്നത് ദുഃഖവെള്ളിയാഴ്ചയ്ക്കായിരിക്കും ക്രിസ്ത്യാനികൾ സാധാരണയായി. എന്നാൽ തീർച്ചയായിട്ടും യേശുക്രിസ്തു എന്ന രക്ഷകൻ ഉദയസൂര്യനായി, ഉദയനക്ഷത്രമായി നമ്മളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചില്ല എങ്കിൽ നമ്മൾ ആഘോഷിക്കുന്ന പുറമേയുള്ള ആഘോഷങ്ങൾ വ്യർത്ഥമാകുന്നു എന്നുകൂടെ അറിയിക്കുന്നു. ഇതൊക്കെ നൈമിഷികമായിട്ടിരിക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങളാണ്. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന അനേകരുടെ മാതാപിതാക്കന്മാരില്ല, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, ഭർത്താക്കന്മാർക്ക് ഭാര്യ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഈ അവസരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ബാഹ്യമായ പ്രകടനങ്ങളിൽ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചില നിമിഷത്തിൻ്റെ സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപ്പുഴ ഒഴുകുന്ന രാത്രി ആയിരിക്കും ഇന്നും നാളെയുമായിട്ടുള്ള ദിവസങ്ങളിൽ എന്നുകൂടെ ഓർക്കുക. എന്തുകൊണ്ടെന്നാൽ മദ്യം കഴിച്ചിട്ടില്ലാത്തവർ പോലും ഈ ക്രിസ്മസിന് മദ്യം കഴിച്ചുകൊണ്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് പലരും നീങ്ങാറുണ്ട്.
ഇത്രയും നാളും കഴിച്ചില്ല, അപ്പോൾ നമുക്കൊന്ന് കൂടണ്ടേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ എന്ന് പറഞ്ഞ് അനേകരു മദ്യ കുപ്പികൾ പൊട്ടിച്ചുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ബൈബിളിൽ പറയുന്നു, മദ്യപാന്മാർ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. രണ്ടാമതായി പറയാനുള്ളത്, ഈ ക്രിസ്മസ് ദിനം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഡിസംബർ 25 ക്രിസ്മസിൻ്റെ ആഘോഷത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിൻ്റെ മരണമായിരിക്കുന്ന വെള്ളിയാഴ്ചയെക്കുറിച്ചോ ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളത്, ആ ക്രിസ്മസിൻ്റെ പേരിൽ നമുക്കൊരു ദിവസം അവധി കിട്ടുന്നു, പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നു, ദൈവദിനങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും കേൾക്കുവാനുമുള്ള അവസരം കിട്ടുന്നു. ഒരു കാര്യം സത്യമാണ്, യേശു ക്രിസ്തു രക്ഷിതാവായി ലോകത്തിൽ പിറന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഏത് ദിവസം തന്നെ ആയാലും നമുക്ക് കുഴപ്പമില്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കേണ്ടതായിരിക്കുന്ന ഒരാവശ്യകത നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആഘോഷമാണ് പുൽക്കൂടുണ്ടാക്കുക, വളരെ ശബളമായിട്ടുള്ള ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുക, പിന്നീട് ഉണ്ണിയേശുവിൻ്റെ രൂപം അവിടെ ഉണ്ടാക്കുക, അവിടെ ഉണ്ണിയേശുവിനെ കിടത്തുക നല്ല പട്ടുമെത്തയിൽ, അതിൻ്റെ അടുത്ത് മറിയയുടെയും ജോസഫിൻ്റെയും ബിംബങ്ങൾ, പിന്നീട് ആട്ടിടയന്മാരും അവരുടെ ആടുകളും പശുക്കളും കാണിക്കുന്ന പുൽത്തൊട്ടി വളരെ മനോഹരമായി അലങ്കരിച്ചുകൊണ്ട് അനേകർക്ക് ഒരു വെളിച്ചവും സന്തോഷവും നൽകുന്ന ഒരു ഉത്സവം, ഒരു സെലിബ്രേഷനാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിനെ കുറിച്ചുള്ള റൂട്ട് കാര്യം എന്താകുന്നു ബൈബിളിൽ പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മെസ്സേജ് കേട്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ക്രിസ്മസ് രാവിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള മെസ്സേജ് ഇതാണ്: നക്ഷത്രം, സ്റ്റാർ, ഈ ക്രിസ്മസിനെ വളരെ അത്യന്താപേക്ഷിതമായി ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും വീടുകളുടെ മുമ്പിൽ ഒരു സ്റ്റാറിൻ്റെ അടയാളം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. ക്രിസ്മസ് കരോളിൽ പോകുന്ന പാട്ട് പാടുന്നവർ സ്റ്റാറിനെ വഹിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തുവിൻ്റെ ജനത്തിൻ്റെ അടയാളമായി കാണിക്കുന്ന ഒന്നാണ് നക്ഷത്രം. ആ നക്ഷത്രത്തെക്കുറിച്ച് ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച്, ഈ നക്ഷത്രത്തിൻ്റെ റൂട്ട് എവിടെയാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഈ നക്ഷത്രത്തിൻ്റെ റൂട്ട് അത് ഉൽപ്പത്തി 1:16 ആകുന്നു, നക്ഷത്രം. അപ്പം ഈ നക്ഷത്രവും യേശുക്രിസ്തു ജനനവും ക്രിസ്മസുമായി താരതമ്യം ചെയ്തുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞ് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും JCNDSD ചാനലിൽ കൂടെ കേൾക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഗ്രൂപ്പ്, ഞങ്ങളുടെ ഈ യൂട്യൂബിനെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് അനേകർക്ക് നല്ല വചനങ്ങൾ കേൾക്കുവാൻ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതും പ്രമാണിച്ചതും കാണിച്ചതും എഴുതപ്പെട്ടതും ആയിട്ടുള്ള വചനങ്ങൾ എടുത്ത് മറ്റുള്ളവരെ കാണിക്കുവാനും അതേക്കുറിച്ച് പറയുവാനും അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ ചുമലിൽ ഉണ്ട് എന്നുകൂടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൽ കൂടെ കേൾക്കുന്ന വചനങ്ങൾ അത് സത്യമാണോ എന്ന് ഗ്രഹിക്കുവാൻ തെസ്സലോനിയിലെ വിശ്വാസികളെ പോലെയല്ല, ബെറിയയിലെ വിശ്വാസികൾ തെസ്സലോനിക്കക്കാരെക്കാട്ടും സമർത്ഥരായിരുന്നു. അവർ വചനം കേൾക്കുകയുമല്ല,
കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും JCNDSDയിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഇവർ ഈ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ കാഷ്വലായിട്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ കറക്റ്റ്നെസ് നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഓർപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാക്യം വായിക്കുന്നു. Genesis chapter 1 verse 16, and God made two great lights, the greater light to rule the day and the lesser light to rule the night. He made the stars also. അപ്പോൾ ഇവിടെ പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും പിന്നീട് അനേക നക്ഷത്രങ്ങളെ നിർമ്മിച്ചതായി കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നക്ഷത്രങ്ങളെ പോലെ ദൈവത്തിന് ജനമായ ഇസ്രായേലിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതായത് ജെനസിസ് 22:17 പറയുന്നു, ഉൽപ്പത്തി 22:17 പറയുന്നു, that in blessing I will bless thee, and in multiplying I will multiply the sea as the stars of the heaven, and as the sand which is upon the seashore, and the sea shall possess the gate of his enemies. ഇവിടെ പറയുന്നു, അബ്രഹാമിൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും സമുദ്രതീരത്തിലെ തരികളെപ്പോലെയും വർദ്ധിപ്പിക്കും എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു. സ്റ്റാർസായിട്ട് പറയുന്നു. സ്റ്റാർസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത് സിനിമ സ്റ്റാർസ് അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാർസിനെയാണ് മനസ്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ സ്റ്റാർസ് ആയിട്ട് കാണിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനതയാണ് ബൈബിൾ പ്രകാരം സ്റ്റാർസ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഈ സ്റ്റാർ ആരായിരുന്നു? പഴയ നിയമത്തിൽ യഹോവയെക്കുറിച്ച് പറയുന്നു. അത് പ്രവചനമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാകുന്നു. വായിച്ചു കേൾപ്പിക്കാം വാക്യം. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 24-ാം വാക്യം ശ്രദ്ധിച്ചാലും, I shall see him, but not now. I shall behold him, but not nigh. There shall come a star out of Jacob, and a scepter shall rise out of Israel, and shall smite the corners of Moab, and destroy all the children of Sheth. Numbers 24-ാം 17-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളൊന്ന് ശ്രവിച്ചാലും, ഞാൻ അവനെ കാണും, ഇപ്പോഴല്ല താനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തുള്ള താനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. എൻ്റെ സബ്ജക്റ്റ് ഇതാണ്. ഈ സന്ധ്യാസമയത്ത്, ഈ ക്രിസ്മസ് രാവിൽ നക്ഷത്രം എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഞാൻ അവനെ കാണും, ഫ്യൂച്ചർ ടെൻസ് പറയുന്നു, അതിപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കും, അടുത്തുള്ളതാനും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. പ്രൈസ് ദി ലോർഡ്. ഇത് ജനിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായി കാണുവാൻ സാധിക്കും പഴയ നിയമത്തിൽ. ഇനിയും അനേക സ്റ്റാറുകളെ പറ്റി, അനേക നക്ഷത്രങ്ങളെക്കുറിച്ച് ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അത് ദാനിയേൽ 12-ാം അധ്യായം 3-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദയവായി കേട്ടാലും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിക്കു തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതും ദാനിയേലിൻ്റെ ഒരു പ്രവചനമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമേ, ആസ്ട്രോളജേഴ്സ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്, ആ ദൈവം ആദിയിൽ സൃഷ്ടിയിൽ ആ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ട്
ഭൂമിയിൽ അതിൻ്റെ പ്രകാശം കാണാത്തക്ക രീതിയിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവന് പ്രകാശം കണ്ടിട്ടില്ല. പ്രകാശം ഭൂമിയിൽ വന്നതിൻ്റെ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. എന്നാൽ അനേകായിരങ്ങൾ കോടി നക്ഷത്രങ്ങളുടെ ആ പ്രകാശം അന്നു മുതൽ ഇന്നുവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഭൂമിയിൽ എത്തിയിട്ടില്ല. ആ ഭൂമിയിലേക്ക് വരുമ്പോൾ ആണ് നക്ഷത്രങ്ങളുടെ പ്രകാശം നമ്മൾ കാണുന്നത്. ഇവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? എന്നാൽ ബുദ്ധിമാന്മാർ ആകാശത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമാന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആകാശത്തിലെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ജനങ്ങളെ നീതിയിലേക്ക് നയിച്ചവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പിന്നീട് നക്ഷത്രങ്ങളെപ്പോലെയും ആയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ദൈവസംബന്ധമായി ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന് സുവിശേഷമായി സഞ്ചരിച്ചുകൊണ്ട് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നവരുമാണ് നക്ഷത്രങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അത് പ്രവചനമാണ്. അതാദ്യം പുതിയ നിയമത്തിൽ ആ നക്ഷത്രം ആ പ്രഭയെക്കുറിച്ച് അല്ലെങ്കിൽ ആ നീതിയിലേക്ക് നടത്തിയത് അപ്പോസ്തലന്മാരാണ്. ആ അനേകരെ യേശുവിലേക്ക് നയിച്ചത് അവരാണ് നീതിമാന്മാർ. അവർ ആകാശത്തിലെ പ്രഭ പോലെയും നക്ഷത്രങ്ങളെ പോലെ ഇരിക്കുന്നവർ അപ്പോസ്തലന്മാരായിരുന്നു. ഇപ്പോൾ JC&D കൂടെ അപ്പോസ്തലന്മാർ ഉപദേശിച്ച അതേ ഉപദേശം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രവചനത്തിന് നിവൃത്തി ഞങ്ങളിൽ കൂടെ ആകുന്നു. ഞങ്ങൾ ആകാശ മണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പ്രഭ പോലെ അനേകരെ ദൈവത്തിലേക്ക് തിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന രക്ഷിതാവിലേക്ക് ഞങ്ങൾ തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ഞങ്ങൾക്ക് വേണ്ടി വിധിക്കുന്ന പദവിയാണ് നക്ഷത്രങ്ങളെ പോലെയുള്ള പ്രകാശം. നക്ഷത്ര പോലെയുള്ള പ്രഭ പോലെ ഞങ്ങളെ അനേകരെ പാപമംഗലത്തിലായിരിക്കുന്ന പാപത്തിൻ്റെ കുഴിയിലായിരിക്കുന്ന അനേകരോട് സുവിശേഷം പറഞ്ഞ് ദൈവത്തിലേക്ക് ഞങ്ങൾ നയിക്കുന്നു ഈ JC&D ഗ്രൂപ്പ് മുഖാന്തരമായി. അതുകൊണ്ട് ബൈബിൾ പ്രകാരം ആകാശമണ്ഡല നക്ഷത്രങ്ങളെ പോലെ ഞങ്ങൾ ശോഭിക്കുന്നു. ഈ ലോകത്തിലെ ആളുകൾ ഞങ്ങളെക്കുറിച്ച് വിഡ്ഢികളാണെന്നോ ബുദ്ധിയില്ലാത്തവരാണെന്നോ യേശുനാമക്കാരാണെന്നോ ദുരുപദ്രവശരാണെന്നോ പറയുമ്പോൾ ദൈവം ഞങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? ആകാശമണ്ഡല പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ആകുമെന്ന് യേശു ക്രിസ്തു ഞങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ്. അത് ഈ പുതിയ നിയമത്തിൽ ഈ കൃപയുടെ യുഗത്തിൽ നിങ്ങൾ യേശു ക്രിസ്തു ആകുന്ന രക്ഷിതാവിനെ നിങ്ങൾ കണ്ടുമുട്ടിയോ? ആ രക്ഷിതാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയം ചെയ്തോ എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ദയവായി അഭ്യർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ചു ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. അപ്പോൾ തീർച്ചയായിട്ടും അന്ധതമസ് എന്ന് പറഞ്ഞാൽ മരണം. ആ മരണത്തെ പ്രഭാതമാക്കുന്ന, നിത്യജീവൻ നൽകുന്ന, പ്രകാശം നൽകുന്ന ഒരുവനാണ് യേശു ക്രിസ്തു. ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം യഹോവയായ ദൈവം അവർക്ക് പേരിട്ടിട്ടുണ്ട്. അതിനെ പേര് ചൊല്ലി വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന അവർ യേശുക്രിസ്തുവിൻ്റെ
നക്ഷത്രങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും പുതിയ നിയമത്തിലേക്ക് വരികയും അവിടെ നിന്ന് ചില നക്ഷത്രങ്ങളെ കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു. ദയവായി നിങ്ങൾ ശ്രവിച്ചാലും. ഈ ക്രിസ്മസ് രാവിൽ നക്ഷത്രം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ആ സന്തോഷത്തെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു, നമുക്ക് ചില വാക്യങ്ങൾ ശ്രവിക്കാം. Matthew chapter 2 verse 2, saying, "Where is he that is born King of the Jews? For we have seen his star in the east and are come to worship him." വിദ്വാൻമാര് കിഴക്ക് ഒരു സ്റ്റാർ പ്രത്യക്ഷപ്പെട്ടു. ആ സ്റ്റാർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അർത്ഥം വിദ്വാൻമാർക്ക് മനസ്സിലായി, ഒരു രാജാവ് പൂജാതനായിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൂജാതനായതിനെ കുറിച്ചുള്ള ക്രിസ്മസ് കരോൾ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു രാജാവായി യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ സന്ദേശവും ആ മെസ്സേജ് ആദ്യമായി മനസ്സിലാക്കിയത് വിദ്വാൻമാരായിരിക്കുന്ന 3 പേർ കിഴക്കുള്ളവരാകുന്നു. അപ്പോൾ ആ നക്ഷത്രം അവർക്ക് മനസ്സിലായി, ഈ നക്ഷത്രം ഒരു രാജാവിൻ്റെ ജനനത്തെ കുറിക്കുന്നതാകുന്നു. എത്രയോ നക്ഷത്രങ്ങൾ ആകാശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, എണ്ണുവാൻ സാധ്യമല്ല. അനേക നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായും ഓടുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും, നല്ല നിലാവുള്ള രാത്രികളിൽ നോക്കിയാൽ. എന്നാൽ ആ സമയത്ത് ഒരു നക്ഷത്രം വിദ്വാൻമാർക്ക് പ്രത്യക്ഷമായി. ആ നക്ഷത്രം യേശു ക്രിസ്തു എന്ന ഒരു രാജാവ് ജനിച്ചു എന്നുള്ള അടയാളം വിദ്വാൻമാർക്ക് മനസ്സിലായില്ല. വിദ്വാൻമാർക്ക് മനസ്സിലായത് ഒരു രാജാവ് ജനിച്ചു എന്നുള്ളതാകുന്നു. അതുകൊണ്ട് ഹേരോദാവിൻ്റെ രാജകൊട്ടാരത്തിൽ പോയിട്ട് ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? അപ്പോൾ ആ സ്റ്റാർ, ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട സ്റ്റാർ, വിദ്വാൻമാർക്ക് മനസ്സിലായത് യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ഒരു രാജാവ് ലോകത്തിൽ പിറന്നിരിക്കുന്നു. അത് എവിടെയാകുന്നു എന്ന് രാജകൊട്ടാരത്തിൽ വന്നാണ് വിദ്വാൻമാർ ചോദിച്ചത്. ഇപ്പോഴും യേശുക്രിസ്തുവിനെ അന്വേഷിച്ചു പല മഹാന്മാരും, ലോകത്തിലുള്ള എല്ലാ ഋഷിമാരും മറ്റോരും മറിച്ചോരും എല്ലാം ദൈവത്തെ കാണുവാൻ വേണ്ടി മലകളിലും ഗുഹകളിലും താഴ്വരകളിലും നദികളിലും ചുറ്റി നടക്കുമ്പോൾ യഥാർത്ഥമായി യേശുക്രിസ്തു ജനിച്ച സ്ഥലത്തേക്ക് അവർക്ക് എത്തപ്പെടുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ഇവരും തെറ്റായ രീതിയിൽ പാതയിൽ സഞ്ചരിച്ച് ഒരു രാജാവ് രാജകൊട്ടാരത്തിലായിരിക്കണം ജനിക്കേണ്ടത് എന്നുള്ള മാനുഷിക ബുദ്ധിയിൽ അവരിതാ ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുകയും ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈ വിദ്വാൻമാർ ചോദിച്ചതിന് ഫലമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമേ, ആ സമയം മുതൽ 2.5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഇസ്രയേലിൽ ബേത്ലഹേമിൽ പരിസരങ്ങളെല്ലാം കൊല്ലപ്പെടുവാനിടയായി. ഈ വിദ്വാൻമാരുടെ തെറ്റായ രീതിയിലുള്ള ആ രാജകൊട്ടാരത്തിലേക്ക് പോയതിനാൽ അനേക നിഷ്കളങ്കരായ 2.5 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളെ ഇവരുടെ ഈ തെറ്റായിട്ടുള്ള ഒരു ഗമനം രാജകൊട്ടാരത്തിലായതുകൊണ്ട് ആ സമയം അനുസരിച്ച് 2.5 വയസ്സുള്ള കുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കുവാൻ രാജകൽപ്പന പുറപ്പെടുവിച്ചു. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ കഴിയാത്തത് കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെറ്റായിട്ടുള്ള സുവിശേഷങ്ങൾ, തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അനേക നിഷ്കളങ്കരെ ഈ കൃപായുഗത്ത് നരകത്തിലേക്ക് തള്ളിയിടുന്നതായിരിക്കും, നാശത്തിലേക്ക് നയിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് തൃത്വോപദേശകരുടെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും എല്ലാം ആ ലേക്ക് ഓഫ് ഫയർ, തീയും അഗ്നിയും കത്തുന്ന ആ തീച്ചുളയിലേക്ക് നയിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിദ്വാൻമാർക്ക് ലോകപ്രകാരം BTH, MTH, PhD, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ
അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധിക്കാത്തതിനാൽ അവർ തൃത്വം സംസാരിച്ചു. ത്രിയേകൻ തൃത്വം, തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, സത്ത, സാരാംശം, ത്രീ ഈക്വൽ എക്സിസ്റ്റൻ, ഈക്വൽ പീപ്പിൾ, ത്രീ എക്സിസ്റ്റൻ, കോ ഈക്വൽ, കോ എക്സിസ്റ്റൻ, കോ ഇറ്റേണൽ എന്നുള്ളതായിട്ടുള്ള ബൈബിളിന് വെളിയിലുള്ള സിദ്ധാന്തങ്ങൾ ജാതിയരുടെ കണ്ടുപിടിച്ച് ജനങ്ങളെ ഉപദേശിക്കുന്ന തൃത്വക്കാരായിരിക്കുന്ന വഞ്ചകരെ നിങ്ങൾ മനസ്സിലാക്കി ഈ വിദ്വാൻമാർക്ക് പറ്റിയ അബദ്ധം പോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ബൈബിൾ ചെക്ക് ചെയ്യുക. യഥാർത്ഥ സ്റ്റാർ ആരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും രാജകൊട്ടാരത്തിൽ പോവുകയില്ലായിരുന്നു. അങ്ങനെ തെറ്റായ രീതിയിൽ നിയന്ത്രിക്കപ്പെട്ട് രാജകൊട്ടാരത്തിൽ ചെന്നതിന് ശേഷം അനേക പിഞ്ചു ബാലന്മാർ 2.5 വയസ്സുള്ളവരെ കൊന്നുകളയാൻ കൽപ്പിച്ചു. അതുകൊണ്ട് പറയുന്നു, റാമയിൽ ഇതാ ഒരു കരച്ചിൽ, അവിടെ വീപ്പിംഗ് ആൻഡ് വെയിലിംഗ്, നിലവിളിയും കരച്ചിലും ആകുന്നു അവിടെ. അതുകൊണ്ടെന്നാൽ അനേക മാതാപിതാക്കൾക്ക് അവിടെ കുഞ്ചു ബാലന്മാരായിരിക്കുന്ന 2.5 വയസ്സിൽ ഓടിക്കളിച്ചു ഓമനത്വം തുളുമ്പുന്ന മുഖങ്ങളുള്ള അവരുടെ ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രത്തിലും ബൈബിളും കാണുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാജാവായി പിറന്ന ഒരു സൈൻ വിദ്വാൻമാർക്ക് ആകാശത്തിൽ വെളിപ്പെട്ട നക്ഷത്രം മുഖാന്തരമായി മനസ്സിലായി. പിന്നീട് രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജകൊട്ടാരത്തിലുള്ളവരെല്ലാം കൂടെ 2:27 ഇങ്ങനെ പറയുന്നു, then Herod, when he had privately called the wise men, inquired of them diligently what time the star appeared. കൊട്ടാരത്തിലുള്ള വൈസ്മനെയും മറ്റുള്ളവരെയും രഹസ്യമായി വിളിച്ച് എപ്പോഴായിരുന്നു സ്റ്റാർ ആകാശത്തിൽ കണ്ടത് എന്നുള്ള സമയം നോക്കി വിവരങ്ങൾ അറിയുവാനിടയായി. എന്നാൽ അവിടെ കൊട്ടാരത്തിൽ യേശുവിനെ കാണാഞ്ഞതിനാൽ എന്ത് ചെയ്തു? when they had heard the king, they departed, and lo, the star which they saw in the east went before them till it came and stood over where the young child was. അങ്ങനെ കൊട്ടാരത്തിൽ യേശുവിനെ കാണാതിരുന്നപ്പോൾ അവരെ നയിച്ചുകൊണ്ടുവന്ന ആ സ്റ്റാർ, കിഴക്ക് കണ്ട സ്റ്റാർ അവർക്ക് മുമ്പായി നടന്നുകൊണ്ട് ചലിച്ചുകൊണ്ട് യേശുക്രിസ്തു കിടക്കുന്നതായ പുൽക്കുടിലിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അവനെ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് ബൈബിൾ പറയുമ്പോൾ ജനിച്ചത് പുൽത്തൊട്ടിയിലല്ല, തൊഴുത്തിലല്ല, പിന്നെയോ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞതിനാൽ പുൽത്തൊഴുത്തിൽ അവനെ കിടത്തുവാനിടയാകി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും ഈ സ്റ്റാർ യേശുക്രിസ്തു ജനിച്ച മറിയുടെയും ജോസഫിൻ്റെയും ആ കാലിത്തൊഴുത്തിൽ ആ സ്റ്റാറിൽ വന്നു നിന്നു. വിദ്വാൻമാർ അവിടെ വരികയും അവിടെ 2:10 ഇങ്ങനെ വായിക്കുന്നു, when they saw the star they rejoiced with exceeding joy. അവർക്ക് അറിയിക്കാൻ സംഗതിയില്ലാത്ത വിധത്തിലുള്ള ആ വളരെ സന്തോഷം അവർക്ക് ആ സ്റ്റാർ വന്നു നിന്നപ്പോൾ അവർക്കുണ്ടായി എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ വന്ന വിദ്വാൻമാർ മറിയുടെയും ജോസഫിനോടും കൂടെ കണ്ട യേശു ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്തു, നമസ്കരിച്ചു, പൊന്നു, കുന്തുരുക്കം, വെള്ളി കാഴ്ചവെച്ചതായിട്ട് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു സ്റ്റാർ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ തൂക്കിയിടുമ്പോൾ, നമ്മൾ ആഹ്ലാദിക്കുമ്പോൾ, കാണുമ്പോൾ അതിൻ്റെ ഒറിജിനൽ റൂട്ട് യേശുക്രിസ്തു എന്ന രക്ഷകൻ ഭൂമിയിൽ ഭൂജാതനായി എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു സൈൻ ആയിരുന്നു ആ നക്ഷത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, പുതിയ നിയമത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാർ, നമ്മുടെ ഉദയനക്ഷത്രം യേശു ക്രിസ്തു എന്ന ഉദയനക്ഷത്രമായിരിക്കുന്നു. വായിക്കാൻ പോകുന്നു 2 പത്രോസ് 1-ാം അധ്യായം 19-ാം വാക്യം.
we have also a more sure word of prophecy, whereunto you do well that you take heed as unto light that shineth in a dark place until the day dawn and the day star arise in your heart. ഉദയനക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുവോളം പ്രവാചകവാക്യങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. ആ പ്രവാചകവാക്യങ്ങൾ നമ്മൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു നീതി സൂര്യനെ പോലെ ഉദിച്ച് ആയിരിക്കണം എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തു എന്ന ആ സ്റ്റാർ, യേശു ക്രിസ്തുവിനെ സ്റ്റാറായിട്ട് പറയുന്നുണ്ടോ? വായിക്കാം നമുക്ക്. റെവലേഷൻ ചാപ്റ്റർ 22 16 വാക്യം. I, Jesus, have sent mine angel to testify unto you these things in the churches. I am the root and the offspring of David and the bright and morning star. Praise the Lord. മലയാളത്തിൽ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ കേട്ടാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ദിനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 22 16 വാക്യം വായിക്കുന്നു. ഇങ്ങനെ പറയുന്നു: യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ഹല്ലേലൂയ. വെളിപ്പാടിൽ നമ്മൾ ഏഴ് വലങ്കരത്തിൽ 7 നക്ഷത്രങ്ങളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനായ ആ യേശു ക്രിസ്തു പറയുകയാണ്. ആ 7 നക്ഷത്രങ്ങൾ 7 സഭയെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു ആകുന്ന ഉദയസൂര്യൻ നമ്മളോട് പറയുന്നതാണ്, ഉദയനക്ഷത്രമാകുന്നു, അത് ഉദയസൂര്യനാകുന്നു എന്ന് പറയുന്നു. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. ഉദയനക്ഷത്രമായിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചുവോ? മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഉദയനക്ഷത്രം നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ ജനിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു നിക്കോദീമോസിനോട് പറഞ്ഞത്, ഒരുവൻ ആത്മാവിലും ജലത്താലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കടക്കുവാൻ സാധ്യമല്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ വീണ്ടും ജനം പ്രാപിക്കണം. അത് ആത്മാവിലായിരിക്കണം, വെള്ളത്തിലാലുമായിരിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം സിഹ്യോൻ മലയിൽ കൂടിയിരുന്ന് പെന്തക്കോസ്ത് ദിവസം അവർ പരിശുദ്ധാത്മാവ് നിറവായി അവിടെ കൂടി വന്ന ജനങ്ങൾ അവരുടെ ഭാഷകളിൽ ഇവർ സംസാരിച്ചപ്പോൾ, ഇവർ മദ്യപിച്ച് ലക്കില്ലാത്തവരായി പറഞ്ഞെന്ന് സംസാരിച്ചപ്പോൾ പത്രോസ് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ഈ യേശു ക്രിസ്തുവും രക്ഷിതാവുമാകുന്നു. ഒരു വാക്യം പറയാൻ ഞാൻ വിട്ടുപോയി. യേശു ക്രിസ്തുവിന് ജനം സംബന്ധിച്ചുള്ളതാണത്. അതിങ്ങനെയാണെന്ന്: കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ഇന്ന് നമുക്ക് വേണ്ടി രക്ഷകനായി ജനിച്ചു എന്നുള്ള സുവിശേഷമാണ് ലൂക്കോസിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ വരും, ഒരു ഭരണാധികാരി എഫ്രാത്തിൽ നിന്ന് എഴുന്നേൽക്കും എന്നുള്ള പ്രവചനവാക്യത്തിൻ്റെ നിവൃത്തിയാണ് യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ബേത്ലഹേമിൽ ജനിച്ച് ഇസ്രായേലിനെ ഭരിക്കുവാൻ വേണ്ടി, അത് അക്ഷരീയമായിട്ട് ഭരിക്കുവാനല്ല, പിന്നെയോ ഇസ്രായേൽ എന്ന ആ ജാതിയുടെ രാജാവായി പിറന്നു എന്നുള്ള സൈൻ വിദ്വാൻമാർ കണ്ടതിന് ശേഷം അത് രാജാവായി പിറന്നവൻ യേശു ക്രിസ്തു ആകുന്നു. ഇസ്രായേലിൻ്റെ രാജാവ് ആരായിരുന്നു? ഇസ്രായേലിൻ്റെ രാജാവ് യഹോവയാകുന്നു എന്ന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി കാണുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നഥനയേൽ പറയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ, നീ സാക്ഷാൽ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ്.
എന്ന് പറയുന്നു യേശുക്രിസ്തുവിനെ കുറിച്ച്. ഈ യേശുക്രിസ്തു ആരാകുന്നു? അവൻ നിത്യരാജാവാകുന്നു. അവൻ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമാണ്. ഹീ ഈസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. അപ്പോൾ യേശുക്രിസ്തു എന്ന നക്ഷത്രം നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചുവോ? അതെങ്ങനെയാണ് ജനിക്കേണ്ടത്? യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക, സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുക. യേശുക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി 2023 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥായിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തം വരെയും വെള്ളവും ഊറ്റിത്തന്നവനായ ലോകരക്ഷിതാവ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ സഭയിലേക്ക് നിങ്ങളെ ചേർക്കും എന്ന് ഉള്ള ദൈവിക വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഈ ക്രിസ്മസ് രാവിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്മസ് ആഘോഷിക്കുന്ന മാന്യ സഹോദരങ്ങളെ, കൂട്ടുകാരെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട്സ്, കൂട്ടുകാരെ, സഹോദരന്മാരെ, എല്ലാ ജനങ്ങളുമായുള്ളവരെ ശ്രദ്ധിപ്പീൻ. യേശുക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്മസായി ആഘോഷിക്കുമ്പോൾ ആ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചുവോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് തീർച്ചയായിട്ടും യേശുക്രിസ്തു എന്ന ആ രക്ഷിതാവിനെ നിങ്ങൾ ഒരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനെ രക്ഷകനും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ച് ആ കർത്താവിൻ്റെ നാമത്തിൽ അതായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനത്തിന് വേണ്ടി, നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരുമ്പോൾ ദൈവം 1-ാം നൂറ്റാണ്ടിൽ 3000 പേരെ ദൈവസഭയോട് ചേർത്തതുപോലെ നിങ്ങളെയും കർത്താവായ യേശുക്രിസ്തു അവൻ്റെ ശരീരമാകുന്ന സഭയോടുകൂടെ ചേർത്ത് യുഗായുഗങ്ങളായി റാപ്ചറിന് ശേഷം നമ്മൾ നിത്യതയിൽ യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. അതിനുള്ള അവസരം ഇപ്പോഴാകുന്നു. നിങ്ങളിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഉണ്ണിയേശു ജനിക്കുന്ന ഈ രാത്രിയിൽ ഈ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. ഹൃദയത്തിലെ പാപങ്ങൾ മാറിപ്പോകട്ടെ. ഒരു വലിയ വെളിച്ചം ആ ലോകം യേശുക്രിസ്തുവിൻ്റെ ജനത്തെങ്കിലും വലിയ വെളിച്ചം ലോകം കണ്ടതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലെ ഇരുട്ട് മാറിപ്പോയി ആ ക്രിസ്തു യേശുവിൻ്റെ ജനന മുഖാന്തരമായി ആത്മീയമായി ഹല്ലേലൂയ സന്തോഷിക്കുവാനും, ഇരുട്ട് മാറിപ്പോയി, പാപങ്ങൾ മാറിപ്പോയി, ഒരു ദൈവപൈതലായി നിങ്ങൾ ലോകത്തിൽ ജീവിക്കുവാനും ജനിക്കുവാനും ഈ രാത്രിയിൽ ഈ മെസ്സേജ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അല്ല എങ്കിൽ ബാഹ്യപരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നിനും ഒരു സമാധാനമോ സന്തോഷമോ കിട്ടുകയില്ല. അത് 1-2 ദിവസം മാത്രം നിൽക്കുന്നതായിരിക്കും. എന്നാൽ നിത്യസമാധാനവും നിത്യസന്തോഷവും നിത്യജീവനും യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാകുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് അവനാണ് ലോകത്തിൻ്റെ വെളിച്ചം. യേശുക്രിസ്തു പറയുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൻ്റെ ഈ ജനനം, ഉണ്ണിയേശുവിൻ്റെ പിറവി ഇന്ന് രാത്രിയിൽ ആഘോഷിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ അംഗീകരിച്ചുകൊണ്ട് ആ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ പരത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ വേണ്ടി നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിഷിംഗ് യു ഓൾ എ മെറി ക്രിസ്മസ് and in advance a happy prosperous new year 2024 also. May God bless you. Praise the Lord. Thank you, Jesus.